ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ എക്സിറ്റ് പോളൊക്കെ വന്ന് അപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ UDF ഭരണത്തിൽ കയറും. കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് ആഘോഷിക്കുകയാണ്. കൂട്ടത്തിൽ കോൺഗ്രസും ലീഗും പിന്നെ അവരെ അനുകൂലിക്കുന്ന എല്ലാ സംഘടനകളും ആയിക്കോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമുണ്ടായില്ലേ? എന്തായാലും 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിന് ഇപ്പോഴും 60 സീറ്റ് കൊടുക്കണ്ടല്ലോ. അത് തന്നെയാണ് വിജയം. ആ അറിവിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു 71 ജനങ്ങൾ തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ മെയ് 4 വരെ കാത്തിരിക്കുകയാണ്. മെയ് 4 ഉച്ചക്ക് 12 മണി വരെ നിങ്ങൾക്ക് ആഘോഷിക്കാം. നിങ്ങൾ ആഘോഷിക്കണം. പിന്നെ ഇപ്പോൾ പറയണ കേൾക്കണത് UDF വന്നാൽ തിങ്കൾ മുതൽ ബുധൻ വരെ VD സതീശൻ്റെ നുണകൾ, അത് കഴിഞ്ഞാൽ ചെന്നിത്തലയുടെ അലക്കുകൾ. ബുധൻ വ്യാഴം വെള്ളി ചെന്നിത്തല, വെള്ളി ശനി, വെള്ളിയാഴ്ച വൈകി മുതൽ ഞായറാഴ്ച വൈകിട്ട് വരെ KC വേണുഗോപാൽ. വല്ലാത്ത ജാതി. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, UDF ഭരണത്തിൽ വരികയാണെങ്കിൽ എഴുതി വെച്ചോളി, അന്ന് തുടങ്ങും കൃഷ്ണമണിൻ്റെ ഉള്ളിൽ ഒരു കുത്ത്. ജനങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ കുത്ത്. എഴുതി വെച്ചോളി. മൂന്നാമതും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ രൂപീകരിക്കും. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ കേരളത്തിൻ്റെ സുവർണകാലം കേരള ജനത ചവിട്ടി ഇല്ലാതാക്കി. കേരളത്തിൻ്റെ വികസനത്തിന് നേരെ നിങ്ങൾ കൊഞ്ഞലം കുത്തി അത് വർഗീയത വളർത്താനും ഈ നാട്ടിലെ ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കാനും വലിയ കാരണമാവും. എഴുതി വെച്ചോളി. അപ്പോൾ ഇങ്ങനെ 4 ഓക്കെ, ബൈ.